ഹായ്, ഇന്ന് രാവിലത്തേക്ക് കടലയും കപ്പയും കൂടെ വെക്കാനാണ് കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കടല കഴുകി വാരി കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറൊന്നും അതിനകത്തേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയൊന്ന് പൊളിച്ചെടുക്കാം. പച്ചക്കപ്പ വാങ്ങിച്ച് ഒരെണ്ണം ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ വേവിച്ച് ഇതിനകത്തേക്ക് കഴുകി വാരി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അത് കപ്പയിട്ടു. ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ. കപ്പയും കടലയും വേകാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കുക്കർ അടച്ചു കഴിഞ്ഞപ്പോഴാണ് പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ തുറന്ന് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഒരു അര സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനാവശ്യമുള്ള ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമുക്കിത് കുക്കർ അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി 2 വിസിൽ, കപ്പ വേകാനുള്ള അത്രയും ഇത് മതിയേ. ഈ കുക്കറിനാണെങ്കിൽ എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെ എന്ത് ചെയ്ത് അതിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇനി കപ്പയും കടലയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഗരം മസാല ഇടണം. ഇറച്ചിയില്ലെങ്കിലും ഇറച്ചിയുടെ ഒരു ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇറച്ചിയും കപ്പയും കൂടി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കപ്പയും കടലയും റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും, വറ്റൽമുളകൊന്നും ഇടുന്നില്ല കേട്ടോ. കടുകും കറിവേപ്പിലയും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില സമയത്തൊന്നും ഞാൻ ചേർക്കാറില്ല. ഇപ്പം എന്തായാലും ഈ മുളക് പൊടിക്ക് ഒരു ചെറിയൊരു കുത്തൽ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അതുപോലെ ഉണ്ടാക്കി നോക്കുക. ചെയ്യാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൊന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിരിക്കുക. അവൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അവൾക്ക് നേരത്തെ ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണേ.